ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി പോകുന്നവരുമുണ്ട്, അതല്ലാതെ പോകുന്ന ആളുകളുമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് വെച്ച് പോകുന്നവരുണ്ട്. ഇത് അങ്ങനെ അല്ലാതെ പോകുന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട്. അപ്പം ഈ പോകുന്ന ആളുകളെ കണ്ടുകൊണ്ട് അപ്പോൾ ടാലൻസ് കേരളത്തിൽ നിന്ന് പോകുന്നതോടുകൂടി ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി നമ്മളെ പോലത്തുള്ള നല്ല സ്റ്റാർട്ടപ്പുകൾക്ക് ഇപ്പം നല്ല ടെക് റിലേറ്റഡ് ആളുകളെ കിട്ടാതാകുക, അല്ലെങ്കിൽ HR നല്ല ഒരു ടാലൻസിനെ കിട്ടാതാകുക, അങ്ങനത്തെ ഒക്കെ ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ്സാവുന്നുണ്ട്. പക്ഷേ ഈ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു സ്റ്റെബിലിറ്റിയും കൂടെ നിങ്ങൾ നന്നായി എന്ത് ചെയ്യണം, നോക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നാലും നമ്മളൊരു മറ്റ് രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ അവിടുത്തെ ഒരു അവിടുത്തെ ആളുകളല്ല, ഇപ്പോൾ ഇവിടുന്ന് വന്ന ആളുകളല്ലേ പുറത്തുനിന്ന് വന്ന ആളുകൾ എന്നുള്ളൊരു പോരായ്മ എന്തായാലും അവിടെ ഉണ്ടാകും. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്കും ആദ്യം അവർ നിങ്ങളെ ആ ഒരു സ്റ്റേജിൽ നിന്ന് പുറത്താക്കുന്നത് നിങ്ങളെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കേരളത്തിൽ ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള എട്ടെക് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ പല സ്റ്റാർട്ടപ്പുകളുള്ള ഈ സാഹചര്യത്തിൽ ആ ഓപ്പർച്യൂണിറ്റികൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന അതേ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പറ്റുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഇവിടെയുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി അതിനുവേണ്ട സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്.